നമ്മൾ ഇനി പോകുന്നത് ലക്ഷദീപ നിറവിൽ നിൽക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. 56 ദിവസം നീണ്ടുനിന്ന മുറജപത്തിന് സമാപ്തിയാകുകയാണ്. ദീപപ്രഭയിൽ ജ്വലിക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ദർശിക്കാൻ പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എസ് ശാലിനി ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. ശാലിനി, ലക്ഷദീപ നിറവിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മുറജപത്തിന് ഇന്ന് സമാപ്തിയാകുകയാണ്. എന്തെല്ലാമാണ് അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? രോഹിണി, പത്മനാഭസ്വാമി ക്ഷേത്രം ദീപം നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഉൾപ്പെടെ ക്ഷേത്രത്തിന്റെ എല്ലാ നടകളിലും വലിയ രീതിയിലുള്ള തിരക്കുകളുണ്ട് ഈ ലക്ഷദീപ ചടങ്ങിന്. അതായത് 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് ഈ മകരവിളക്ക് നടക്കുന്ന അതേ ദിവസം തന്നെയാണ് നടക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത്തവണത്തെ ലക്ഷദീപ ചടങ്ങുകൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് വിശേഷങ്ങൾ, ഒപ്പം തന്നെ ഒരുപാട് സവിശേഷതകളുണ്ട്. 56 ദിവസം നീണ്ടുനിന്ന മുറജപ ചടങ്ങുകൾ, അത് 47ാമത് മുറജപ ചടങ്ങുകൾക്ക് കൂടി ഇപ്പോൾ സമാപനം കുറിക്കുകയാണ്. കഴിഞ്ഞ 56 ദിവസങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും, ഒപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന പത്മനാഭന്റെ ദാസന്മാർക്കുമൊക്കെ ജപങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഒക്കെ വിവിധ തരത്തിലുള്ള ഋഗ്വേദം ഉൾപ്പെടെ വിവിധ മന്ത്രങ്ങൾ മുഖരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെയും വൈകിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ലക്ഷദീപത്തിന്റെയും ഒപ്പം തന്നെ മുറജപത്തിന്റെയും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ ജലജപം ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് ജലജപം ഇന്നത്തെ പൂർത്തീകരിച്ചു. അതായത് 56 ദിവസം നീണ്ടുനിന്ന ആ ജലജപത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ഈ മുറജപവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ജലജപത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ 56 ദിവസം നീണ്ടുനിന്ന ആ ചടങ്ങിന് സമാപനം കുറിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചൊരു ലൈറ്റ് ഷോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. നമുക്ക് ഉത്സവങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എല്ലാ നടകളിലും അത്തരത്തിലുള്ള ദീപക്കാഴ്ചകൾ ഒരുക്കാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായുള്ളൊരു ദീപക്കാഴ്ച ഒരുക്കിയിരുന്നു. അല്പസമയം മുമ്പ് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ലക്ഷദീപത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തി. നമ്മൾ ഇപ്പോഴും കാണുന്നത് ലക്ഷദീപം കാണാനും ആ ലക്ഷദീപത്തിന്റെ ഭാഗമാകാനും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളെയാണ്. കിഴക്കേ നടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുമ്പ് ഏകദേശം 6:30 കൂടിയാണ് ലക്ഷദീപത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള തിരിതെളിയിക്കൽ ചടങ്ങ് നടന്നത്. കവടിയാർ രാജകുടുംബാംഗം ആദിത്യവർമ്മയും ഒപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാരിമാരടക്കമുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ടായിരുന്നു ആ ഒരു ലക്ഷദീപ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട വിളക്കുകൾ തെളിയിച്ചത്. അതേസമയം തന്നെ ക്ഷേത്രത്തിന്റെ 4 നടകളിലും തയ്യാറാക്കിയിട്ടുള്ള 1,00,000 ദീപങ്ങൾ ഒരേ സമയം തന്നെ തെളിയുകയും ചെയ്തു. അതോടുകൂടി ലക്ഷദീപ ചടങ്ങുകൾക്ക് തുടക്കമായി. ഏകദേശം 20,000-ത്തിലധികം വരുന്ന മൺചിരാതുകളിൽ വിളക്ക് തെളിയിച്ചു. കൂടാതെ തന്നെ നിലവിളക്കുകൾ ക്ഷേത്രത്തിന്റെ എല്ലാ നടകളിലും പ്രത്യേകമായി തയ്യാറാക്കി അത് തെളിയിച്ചു. അങ്ങനെ കൂടാതെ തന്നെ ഈ 56 ദിവസങ്ങളിലും വിവിധ പരിപാടികൾ, കലാപരിപാടികൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും സമാപന ദിവസമാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികളുണ്ട്. കൂടാതെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ലൈറ്റ് ഷോ, ആ ലൈറ്റ് ഷോ കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗം, ആ ആഘോഷങ്ങളൊക്കെ ഇന്ന് അവസാനിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് കൊണ്ടുപോയത് ഈ വേദോച്ചാരണത്തിന്റെ കാഴ്ചകളാണ്. 1744 ഈ ആചാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തപുരിയുടെ മണ്ണിൽ ആരംഭിച്ചത്. ഇത് 47ാമത് ലക്ഷദീപ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 25,000 മൺചിരാതുകൾ ക്ഷേത്രത്തിനുള്ളിൽ തെളിയിച്ചിട്ടുണ്ട്. ബാക്കി ചിരാതുകൾ വിവിധ തരത്തിലുള്ള ആകർഷകമായ രീതിയിൽ ക്ഷേത്രത്തിന് 4 നടകളിൽ തെളിയിച്ചു. വൈദ്യുതി വിളക്കുകളുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവരുന്ന പല ദിശകളിൽ കറങ്ങുന്ന വിളക്ക് ഗോപുരമാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി ഏറ്റവും എടുത്തു പറയേണ്ടത്. എണ്ണയിൽ എരിയുന്ന തിരികളാണ് ഇതിൽ കത്തിക്കുകയും ചെയ്തത്. അങ്ങനെ 21,000 പേർക്ക് ക്ഷേത്ര ദർശനം നൽകിക്കൊണ്ട് പ്രത്യേകമായി QR കോഡും പാസും നൽകിക്കൊണ്ടാണ് ഇത്തവണ ക്ഷേത്ര ദർശനം അടക്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും സുരക്ഷയുടെ ഭാഗം
ഭാഗമാണ്. ഈ 56 ദിവസങ്ങളും ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരാണ്. ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ പത്മനാഭനെ കാണാനൊക്കെയായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കമുള്ളവരും ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുകയാണ്. അവരിലേക്ക് പരമാവധി ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ജനം ടിവിയും എത്തിക്കുകയാണ്. എന്തായാലും ഭക്തിയുടെ ഒപ്പം തന്നെ വേദങ്ങളുടെ ഒപ്പം തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിന്റെ ഒക്കെ ഒരു സംഗമ ഭൂമിയായി പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരം മാറിയിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് നാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ രീതിയിലും മംഗളപരമായി അങ്ങനെ 56 ദിവസം നീണ്ടുനിന്ന മുറജപ ചടങ്ങുകൾക്ക് 2020 സമാപനം കുറിക്കുകയാണ്. വിവിധ കലാകാരന്മാർ, വിവിധ സാംസ്കാരിക നായകന്മാരടക്കമുള്ളവർ എത്തി വിവിധ തരത്തിലുള്ള പരിപാടികൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിലധികമായി പ്രത്യേകമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് ആൻഡ് ഡിസ്പ്ലേ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പ്രത്യേകമായി ഒരുക്കി. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് പത്മതീർത്ഥ കരയിലാണ് എന്നുള്ളതാണ്. പത്മതീർത്ഥ കുളത്തിന്റെ കരയിൽ ആളുകൾക്ക് കാണാനായി, ഭക്തർക്ക് കാണാനായി പ്രത്യേകമായി അത്തരത്തിലൊരു ലൈറ്റ് ഷോ കൂടി ഈ തവണത്തെ മുറജപത്തിന്റെ ഭാഗമായി ഒരുക്കി. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം അനന്തപുരിയിൽ ഒരു മുറജപ ചടങ്ങിന് കൂടി സമാപനം കുറിക്കുകയാണ്. അതിന്റെ അവസാന മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു ലക്ഷദ്വീപത്തിന്റെ ഭാഗമാകാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ പറയേണ്ടത് തലസ്ഥാനത്ത് തിരുവനന്തപുരത്തിന്റെ മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ളവർ, ഒപ്പം തന്നെ കവടിയാർ കുടുംബാംഗങ്ങൾ, കൂടാതെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇനി 6 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അനന്തപുരിയുടെ മണ്ണിൽ, പത്മനാഭന്റെ മണ്ണിൽ ഒരു മുറജപ ചടങ്ങുകൾക്കായി. ആ മുറജപ ചടങ്ങുകൾക്ക് ഇന്ന് ഒരു വർഷം 6 വർഷം നീണ്ട കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ ഒരു മുറജപ ചടങ്ങുകളും ലക്ഷദ്വീപവും ആസ്വദിക്കാൻ, അത് കാണാൻ, അതിന്റെ ഭാഗമാകാൻ, ക്ഷേത്ര ദർശനം നടത്താനൊക്കെ ആയുള്ള ഒരു വലിയ തിരക്ക് നമുക്കിവിടെ കാണാൻ. ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ഒക്കെ കയ്യിൽ നിന്ന് ആ ഒരു സുരക്ഷ പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. കാരണം ബാരിക്കേഡുകളൊക്കെ മറികടന്ന് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഈ ഒരു ലക്ഷദ്വീപം കാണാനായി എത്തുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ പോലീസ് ഒരു പരിധിവരെ നിയന്ത്രിച്ചു. സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവർ ഇവിടെ സേവാപ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ സേവാഭാരതിയുടെ മെഡിക്കൽ സംഘം ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കുടിവെള്ളം എത്തിക്കാനും സൗകര്യമൊരുക്കാനുമായി സേവാഭാരതിയും മറ്റ് സന്നദ്ധ സംഘടനകളും ഇവിടെയുണ്ട്. അങ്ങനെ ഇവിടെ എത്തി മുറജപ ചടങ്ങുകളുടെ ഭാഗമായി പത്മനാഭനെ കാണാൻ എത്തുന്നവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നെത്തിയ മുറജപ ചടങ്ങ്, ഒപ്പം തന്നെ ലക്ഷദ്വീപ ചടങ്ങ്, ആ ഒരു ലക്ഷദ്വീപം 56 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾ അതൊക്കെ പൂർത്തിയാക്കി പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. എന്തായാലും ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം ഈ മണിക്കൂറിലുള്ളത്. എന്തായാലും 10 മണി വരെ ഈ ദീപകാഴ്ചകൾ ഇവിടെ ഉണ്ടാകും. അതുവരെ ഭക്തജനങ്ങളെ കിഴക്കേ നടയിലേക്ക് കടത്തിവിടും. ഇപ്പോൾ ഈ ദീപം എല്ലാം തെളിഞ്ഞ് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന സമയമാണ്. ഇനിയിപ്പോൾ ക്ഷേത്ര ദർശനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന പല ആളുകളും ആ ഒരു ക്ഷേത്ര ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തുനിന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയ കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും 6 വർഷത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന് പരിസമാപ്തിയാവുകയാണ്. 56 ദിവസം നീണ്ടുനിന്ന മുറജപ ചടങ്ങിനും ഒപ്പം തന്നെ ലക്ഷദ്വീപ ദീപച്ചടങ്ങിനും അങ്ങനെ പരിസമാപ്തിയാവുകയാണ്. വലിയ രീതിയിലുള്ള തിരക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ ഒരു മണിക്കൂറിൽ അനുഭവപ്പെടുകയും ചെയ്തത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് അനന്തപുരിക്കാർക്ക്, ഒപ്പം തന്നെ പത്മനാഭന്റെ മണ്ണിൽ ഈ മണിക്കൂറിൽ കടന്നു പോകുന്നത്. അതെ, ശാലിനി പറഞ്ഞതുപോലെ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപ പ്രഭയിൽ പ്രഭാപൂരിതമായിരിക്കുകയാണ് പത്മനാഭന്റെ മണ്ണ്. 10,000-കണക്കിന് ഭക്തരാണ് ആ ദർശന പുണ്യം നുകരാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം രാത്രി 8:30 ശിവേലി ആരംഭിക്കുമല്ലോ. ഇന്നത്തെ ശിവേലിയുടെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട ചടങ്ങുകൾ എങ്ങനെയാണ് ശാലിനി?
രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ 8:30 കൂടിയാണ് ശിവേലി ചടങ്ങ്. അപ്പോൾ അതുവരെ ഈ ക്ഷേത്ര ദർശനം തുടരുകയും ചെയ്യും. ആ ക്ഷേത്ര ദർശനം പരമാവധി ഏകദേശം ഞാൻ സൂചിപ്പിച്ചതുപോലെ 25,000-ഓളം വരുന്ന ആളുകൾക്കാണ് സ്പെഷ്യൽ പാസ് നൽകിയിട്ടുള്ളത്. ആ സ്പെഷ്യൽ പാസ് നൽകിയിട്ടുള്ള ആളുകൾ വിവിധ നടകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് നടകൾ നൽകിയിട്ടുണ്ട്. ആ നടകളുടെ ഗേറ്റുകൾ വഴിയാണ് ഈ ആളുകൾ ക്ഷേത്ര ദർശനത്തിനുള്ളിലേക്ക് കയറുന്നത്. അതിനുശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കും. ശിവേലിയുണ്ട്. ശിവേലി അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതോടു കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മഹത്തായ ഒപ്പം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സമാപനത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പലർക്കും വളരെ വർഷങ്ങൾ നീണ്ടൊരു കാത്തിരിപ്പാണ്. പ്രാർത്ഥനയുടെ നാളുകളാണ്, ദിവസങ്ങളാണ്. അപ്പം ആ ഒരു പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു സായുജ്യം അടയാൻ പത്മനാഭനെ കണ്ട് വണങ്ങണം എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇത്രയധികം ആളുകൾ എത്തുന്നത്. 8-ാം തീയതി മുതലാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ലക്ഷദ്വീപ് നടക്കുന്ന ദിവസത്തേക്കുള്ള ക്ഷേത്ര ദർശനത്തിനുള്ള പാസുകൾ നൽകി തുടങ്ങിയത്. ഓൺലൈൻ വഴിയായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഓൺലൈൻ മുഖേന പാസുകൾ നൽകി. ആ പാസുകൾ മുഖേനയുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. മറ്റുള്ളവർക്ക് മറ്റ് ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താനും സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തസഹസ്രങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം കാണാനും ഒപ്പം തന്നെ ലക്ഷദ്വീപ് ചടങ്ങിന്റെ ഭാഗമാകാനുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഒരു അഭൂതപൂർവമായ തിരക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് തലസ്ഥാനത്തെ സംബന്ധിച്ചോളം ഈ 2026 ആരംഭിക്കുമ്പോൾ ആ 2026ന്റെ ആദ്യ ചടങ്ങ് അനന്തപുരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി ലക്ഷദ്വീപം മാറി. 2025 ഡിസംബർ മാസത്തോടു കൂടി ആരംഭിച്ചതാണ്. അത് ആരംഭിച്ച് ഇന്നിപ്പോൾ ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയാണ് ഇനി അടുത്ത ഒരു ചടങ്ങ്. അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശിഷ്ട ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനു മുൻപ് വന്നെത്തിയ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നെത്തിയ ആ ലക്ഷദ്വീപ് ചടങ്ങിന്റെ ഭാഗമാവുകയാണ് ഈ മകരവിളക്ക് ദിവസം. ഭക്തലക്ഷങ്ങൾ ഒപ്പം തന്നെ ഭക്തസഹസ്രങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ അനന്ത പത്മനാഭന്റെ മണ്ണ് കടന്നു പോവുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിളക്കുകളാണ് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും തെക്കേ നടയിലും ഒക്കെയായി ക്ഷേത്ര ഭരണസമിതി തയ്യാറാക്കിയത്. ആ വിളക്കുകൾ ലക്ഷദ്വീപ് നിറവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം 56 ദിവസം നീണ്ടുനിന്ന മുറജപത്തിന് സമാപ്തിയാകുകയാണ്. ദീപപ്രഭയിൽ ജ്വലിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ദർശിക്കാൻ 10,000-ങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 8:30 മണിയോടുകൂടി ശിവേലി ആരംഭിക്കും. 3 വലം വച്ചാകും ശിവേലി അവസാനിപ്പിക്കുക. സന്ധ്യയോടെ ക്ഷേത്രങ്ങളിനുള്ളിൽ പ്രവേശിച്ചാൽ അടിയന്തര ഘട്ടങ്ങളല്ലാതെ ശിവേലിക്ക് മുൻപ് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഭക്തരോട് പറഞ്ഞ കാര്യമാണ്. ഏറെ പ്രത്യേകതകളുള്ള ശിവേലിയാണ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതും. സ്വർണ്ണ നിർമ്മിതമായ ഗരുഡ വാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമിയെയും വെള്ളി ഗരുഡ വാഹനങ്ങളിൽ നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും എഴുന്നള്ളിക്കും. ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ അകമ്പടി സേവിക്കും. അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ ലക്ഷദ്വീപ ആണ് ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുനടയിൽ നടക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപ് നിറവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രഭാപൂരിതമാകുന്ന ആ വർണ്ണ കാഴ്ചയാണ്, ആ ദൃശ്യവിരുന്നാണ് നമ്മൾ കണ്ടത്.